ശരി, അപ്പൊ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്സിന്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ് എല്ലാവരും സാറ് പറഞ്ഞവരെ കുറച്ചിറങ്ങി എത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പൊതുവെ മാർക്ക് കുറയ്ക്കും. നമ്മുടെ മാത്സ് ആണെന്ന് കരുതിയാൽ മതി. ഭയങ്കര ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് മാക്സിമം മാർക്ക് വാങ്ങാം. ഓക്കെ. ഇനി ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു വർഷം നമ്മൾ ഫുള്ള് പഠിച്ചതാണ്, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് കിട്ടാത്ത മാർക്കാണ് ഇനി നമ്മൾ വാങ്ങാൻ പോകുന്നത്. അപ്പൊ ഇനി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറവാണ്, നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ് കൂടുതൽ. ഓക്കെ. ഇനി നിങ്ങളുടെ കയ്യിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. അതിനകത്ത് ഡൗട്ട് എല്ലാം ഒന്നും കൂടെ വീണ്ടും നോട്ട്ബുക്കുകളും ടെക്സ്റ്റും ഒക്കെ എല്ലാ കയ്യിലും ഉണ്ട്. പഠിച്ച നോട്ട്സ് എല്ലാം ഉണ്ട്. മിക്കവാറും ക്ലാസ്സിലൊക്കെ എല്ലാ പ്രോബ്ലവും ചെയ്തിട്ടുണ്ട്. അതെല്ലാം വീണ്ടും വീണ്ടും നോക്കി മനസ്സിലാക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പൊ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. അപ്പൊ ഏത് മോഡലുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യത്തക്ക രീതിയിൽ തയ്യാറാവും. ഓക്കെ. അപ്പോൾ ആവശ്യമുള്ള ഹെൽപ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഓക്കെ. ശരി, അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം, മാത്സില് ഫസ്റ്റ് ഇയറിൽ ഏകദേശം ഒരു 16ഓളം ചാപ്റ്ററുകൾ നമുക്കുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് ചെറിയ ചാപ്റ്ററുകളുണ്ട്, വലിയ ചാപ്റ്ററുകളുണ്ട്, എളുപ്പമുള്ളതുണ്ട്, ബുദ്ധിമുട്ടുള്ളതുണ്ട്. ഓക്കെ. ആ സെറ്റ് പോലുള്ള ചാപ്റ്ററൊക്കെ കുറച്ച് എളുപ്പമാണ്, അതൊക്കെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ട്രിഗണോമെട്രി, കോംപ്ലക്സ് നമ്പേഴ്സ്, പിന്നെ അനാലിറ്റിക്കൽ ജോമെട്രി, സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ വരുന്നത് കഴിഞ്ഞ വർഷമേ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കും. ഓക്കെ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്ന ഈ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ കുറച്ച് നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നമുക്ക് കുറച്ച് ഭാഗം ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത്, ട്രിഗണോമെട്രി അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വലിയ ടോപ്പിക്കാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്, അറിയാലോ. അപ്പൊ അതിനകത്ത് ആ ടോപ്പിക്ക് മാത്രം വരുന്ന ഒരു ഫുൾ ക്വസ്റ്റ്യൻ നമുക്ക് തരാം. അപ്പൊ അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇപ്പോഴും അല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ആദ്യം കോംപ്ലക്സ് നമ്പറിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. അപ്പൊ കോംപ്ലക്സ് നമ്പർ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഓർമ്മിക്കാൻ വേണ്ടി ജസ്റ്റ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് പറയാം. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? Z = A+IB ഈ ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് ജനറലി കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ രണ്ട് പാർട്ട് ഉണ്ട്. ഇതില് AB എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അത് റിയൽ നമ്പേഴ്സ് ആണ്. I എന്ന് പറയുന്ന പുതിയ ഒരു നമ്പർ ഉണ്ട്, ഞാൻ സ്പീഡിനെ പറയുള്ളൂ, നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. I എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, അതൊരു ഇമാജിനറി നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ആ ഇമാജിനറി നമ്പർ സെലക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനും ഉണ്ട്. I² വില എന്താകത്തക്ക രീതിയിൽ -1. I² = -1 ആകത്തക്ക രീതിയിലുള്ള ഒരു I ഉൾപ്പെടെ A+IB ഈ ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. 10ാം ക്ലാസ്സിന് ശേഷം നമ്മൾ പഠിച്ച പുതിയൊരു കാര്യമായിരുന്നു കോംപ്ലക്സ് നമ്പർ. അതിൽ നമ്മൾ വളരെ കാര്യമായി പഠിച്ച ആദ്യത്തെ പോയിന്റ്, നമുക്ക് അറിയാനുള്ള എല്ലാ നമ്പേഴ്സും, ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ. ശരി. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ രണ്ട് പാർട്ട് ഉണ്ട്. ഇതിൽ A മാത്രം വരുന്ന ഒരു പാർട്ട് ഉണ്ട്, അത് നമ്മൾ റിയൽ പാർട്ട് എന്നും. I ഉൾപ്പെടുന്ന പാർട്ട് ആയതുകൊണ്ട് BA, ശ്രദ്ധിക്കുക, IBA അല്ല, BA നമ്മൾ ഇമാജിനറി പാർട്ട് എന്നും. ഓക്കെ. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിനെ ബേസ് ചെയ്താണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കിയ ശേഷം അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കാണുക എന്നോ, അല്ലെങ്കിൽ ഇമാജിനറി പാർട്ടിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എഴുതുക എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ ഈ ഇത്രയും പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3 പറഞ്ഞേക്കുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതാം. 3 + 2i sin θ ഡിവൈഡഡ് ബൈ 1 - 2i sin θ. ഓക്കെ. ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ പഠിക്കുമ്പോൾ ഇതിനകത്ത് കുറെ ഭാഗങ്ങൾ വരും. അതിനകത്ത് ചോദിക്കാവുന്ന ഒരുപാട് മോഡൽസ് ഇതിനകത്ത് വരും. ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ റിയൽ θ. θ കണ്ടുപിടിക്കും സച്ച് ദാറ്റ് ദ കോംപ്ലക്സ് നമ്പർ ഈസ് പ്യുവർലി റിയൽ. ഈ കോംപ്ലക്സ് നമ്പർ പ്യുവർലി റിയൽ ആയാൽ തീറ്റയുടെ വില എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇത് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അത് എപ്പോഴും സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയതിനു ശേഷമേ അതിനകത്ത് നിന്നും റിയൽ ആണോ, ഇമാജിനറി ആണോ, അല്ലെങ്കിൽ റിയൽ പാർട്ടാണോ, ഇമാജിനറി പാർട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കും. ഓക്കെ. ശരി. അപ്പോൾ ഈ തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പർ A+IB എന്നുള്ള ഫോമിലല്ല, സ്റ്റാൻഡേർഡ് ഫോമിലല്ല. അപ്പൊ ഫസ്റ്റ് വി ഹാവ് ടു ഇതിനെന്താകണം, കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആകണം.
അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ ഒരു കോംപ്ലക്സ് നമ്പറിൽ ഒരിക്കലും ഡിനോമിനേറ്ററിൽ ഐയുടെ ടേം വരില്ല. ഡിനോമിനേറ്ററിൽ ഐ വന്നു കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല. ഓക്കെ, ഡിനോമിനേറ്ററിൽ ഐ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഡിനോമിനേറ്ററിൽ ഐ രണ്ട് ടൈപ്പിൽ വരും. ഒന്നുകിൽ ഒരു കോംപ്ലക്സ് നമ്പർ പോലെ ഡിനോമിനേറ്ററിൽ വരും. എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഡിനോമിനേറ്ററിൽ ഐ വരും. അല്ലെങ്കിൽ വെറും ഒരു ഐ മാത്രമായും കാണും. ഈ രണ്ട് രീതിയിൽ കോംപ്ലക്സ് നമ്പറിന്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലാത്തതിന്റെ ഡിനോമിനേറ്ററിൽ ഐ വരാറുണ്ട്. ഇനി എ പ്ലസ് ഐ ബി അഥവാ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലാണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ അതിൽ നിന്നും ഡിനോമിനേറ്ററിലെ ഐ ഒഴിവാക്കാൻ ഇതിന്റെ കോൺജുഗേറ്റ് എല്ലാവർക്കും അറിയാം. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടിന്റെ സൈൻ ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന കോംപ്ലക്സ് നമ്പറിനെയാണ് അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റിനെ ഇസഡ് ബാർ എന്ന് എഴുതും. അത് എ മൈനസ് ഐ ബി ആണ്. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ഐ എലിമിനേറ്റ് ആയിപ്പോകും. എന്നിട്ട് അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ബാക്കി ആൻസർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും പറയുന്നതിലൂടെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. ഇനി ചില കേസിൽ വെറും ഐ മാത്രം ഡിനോമിനേറ്ററിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൽ വെറും ഐ മാത്രം വന്നു കഴിഞ്ഞാൽ ഐ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ വേറെ കാര്യം പറഞ്ഞിട്ട് പലരും പല പല ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിലോട്ട് പോയാൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ എന്തെങ്കിലും മാർഗങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന പരീക്ഷയ്ക്ക് എഴുതുമ്പോഴത്തേക്ക് അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നവരാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും എഴുതി തെറ്റിച്ചത് കൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും തെറ്റ് വരാതെ എഴുതുന്ന കാര്യങ്ങൾ ഫുള്ളും ശരിയായിരിക്കണം. അങ്ങനെ വേണം നമ്മൾ എഴുതുന്നത്. ഞാൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, പഠിച്ച കാര്യം കൃത്യമായി പേപ്പറിൽ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടും. പഠിക്കുന്നത് കിട്ടിയാലും തെറ്റായിട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ടോ എഴുതിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല. മാർക്ക് കിട്ടിയിട്ട് നമ്മൾ എഴുതും. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ ഐ മാത്രം വന്നു കഴിഞ്ഞാൽ ഐ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും. കോംപ്ലക്സ് ഫോമിലാണ് വരുന്നതെങ്കിൽ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ അത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. അതിന്റെ വാല്യൂ ഇതെങ്ങനെയാണ്? 3 plus 2i sin theta divided by 1 minus 2i sin theta. ഇങ്ങനെ. ഓക്കെ, ശരി. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഐ ഉണ്ടല്ലോ, ഡിനോമിനേറ്റർ ഐ ഉണ്ട്, പക്ഷെ അത് കോംപ്ലക്സ് ഫോമിലുമാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള മാർഗം ഡിനോമിനേറ്റർ ആയ 1 minus 2i sin theta എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലെയും 1 minus 2i sin theta കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ. അപ്പൊ ഈക്വൽ ടു 3 plus 2i sin theta ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള 1 minus 2i sin theta കോൺജുഗേറ്റ് 1 plus 2i sin theta ഡിവൈഡഡ് ബൈ 1 minus 2i sin theta അതിന്റെ കോൺജുഗേറ്റ് 1 plus 2i sin theta. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് ഞാൻ അപ്പുറത്തോട്ട് എഴുതാനും ശ്രദ്ധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ചെറിയ ക്ലാസ് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 കൊണ്ട് ഇപ്പുറത്തുള്ള ബ്രാക്കറ്റിലെ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് 2i sin theta കൊണ്ടും രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ. ഇപ്പൊ ന്യൂമറേറ്റർ ഓപ്പൺ ആണ്. ഓക്കെ, ആദ്യം 3 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 3 കൊണ്ട് 2i sin theta മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6i sin theta. എല്ലാവർക്കും ക്ലിയർ ആവുമല്ലോ? ശരി. ഇനി 2i sin theta കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യും. 2i sin theta കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ 2i sin theta. ഇനി അടുത്ത ശ്രദ്ധിക്കുക, 2i sin theta കൊണ്ട് 2i sin theta മൾട്ടിപ്ലൈ ചെയ്യുക. 2ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 4. ഓക്കെ, ഐയും കൂടെ ആകുമ്പോൾ i സ്ക്വയർ. ഓക്കെ, sin thetaയും sin thetaയും കൂടെ ആകുമ്പോൾ sin സ്ക്വയർ theta. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ ഇനി ഡിനോമിനേറ്ററിലും ഇതേ പ്രോസസ് അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ ഇതേ പ്രോസസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഭാഗമുണ്ട്. ഇത് എപ്പോഴും a plus b into a minus b പോലെ. നമുക്കറിയാം a plus b into a minus b എന്ന് പറയാം a square minus b square ആണ്. ഇതാണ് a, ഇതാണ് b. അപ്പൊ a square എന്ന് വരും 1ന്റെ സ്ക്വയർ 1 മൈനസ് b square എന്ന് പറഞ്ഞാൽ 2i sin theta സ്ക്വയർ. ഓക്കെ, 2i sin theta സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4, ഐയുടെ സ്ക്വയർ ഐ സ്ക്വയർ, സൈൻ തീറ്റയുടെ സ്ക്വയർ
സൈൻ സ്ക്വയർ. ഓക്കെ, ശരി. ഇനി ഇതിനകത്ത് ഇവിടെ ഐ സ്ക്വയറിന്റെ ഒരു ടേം ഉണ്ട്, ഇവിടെയും ഐ സ്ക്വയറിന്റെ ഒരു ടേം ഉണ്ട്. കോംപ്ലക്സ് നമ്പറിൽ ഐയുടെ ടേം വരെ മാക്സിമം വരാൻ പറ്റും. ഐ സ്ക്വയറിന്റെ ടേം വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐയോ 1ഓ മൈനസ് ഐയോ -1ഓ കൊടുക്കേണ്ടി. അതറിയാം, ഡെഫിനിഷനിൽ ഞാൻ പറഞ്ഞതാണ് ഐ സ്ക്വയർ ഈക്വൽ ടു -1. അപ്പൊ ആ വില ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോകും. എന്താ വരും? 3 പ്ലസ് ഇവിടെ ഒരു 6i സൈൻ തീറ്റയും ഇവിടെ ഒരു 2i സൈൻ തീറ്റയും ഉണ്ട്. അപ്പൊ 6i സൈൻ തീറ്റയും 2i സൈൻ തീറ്റയും കൂടെ ആകുമ്പോഴത്തേക്ക് 8i സൈൻ തീറ്റ. ഇനി ഈ ഐ സ്ക്വയർ എന്നുള്ളത് -1 ആവും. അപ്പൊ 4 × -1 × സൈൻ സ്ക്വയർ തീറ്റ എന്താ വരും? 4 × -1 × സൈൻ സ്ക്വയർ തീറ്റ എന്താവും? -4 സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഒരു ഐ സ്ക്വയർ ഉണ്ട്. ഐ സ്ക്വയറിന്റെ വില -1 ആവും. ഈ മൈനസും കൂടെ ചേർത്ത് പ്ലസ് ആവും. 1 + 4 സൈൻ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിൽ ഡിനോമിനേറ്ററിൽ ഐ ഇല്ല. അപ്പൊ ഇനി കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആവണമെങ്കിൽ ഐ ഇല്ലാത്ത പാർട്ട്, അത് നമ്മൾ റിയൽ പാർട്ട് എന്ന് പറയും, അത് ഒരു സൈഡിലും ഐ ഉള്ള പാർട്ട്, ഇമാജിനറി പാർട്ട് എന്ന് പറയും, അത് വേറെ സൈഡിലും കൊണ്ടുപോകണം. ഓക്കെ, ഐ ഇല്ലാത്ത ടേമുകൾ ഇത് രണ്ടുമാണ്. ഐ ഇല്ലാത്ത ടേമുകൾ ഇതും ഇതുമാണ്. ഐ ഉള്ള ടേം ഇതാണ്, ഇത് സെപ്പറേറ്റ് ആക്കിയത്. അപ്പൊ ഐ ഇല്ലാത്ത ടേം 3യും ഒരു -4 സൈൻ സ്ക്വയർ തീറ്റയുമാണ്. അതിനെ +8i സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, 8i സൈൻ സ്ക്വയർ തീറ്റ അല്ല, സൈൻ തീറ്റ മാത്രമേ വരുന്നുള്ളൂ. 8i സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + 4 സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ 3 - 4 സൈൻ സ്ക്വയർ തീറ്റ +8i സൈൻ തീറ്റ. ഓക്കെ, ഇതിനകത്താണ് ഐ ഉള്ളത്. ഇതാണ് റിയൽ പാർട്ടിൽ വരുന്നത്, ഇതാണ് ഇമാജിനറി പാർട്ടിൽ വരുന്നത്, ഇതാണ് റിയൽ പാർട്ടിൽ വരുന്നത്. ഡിനോമിനേറ്ററിൽ ഐ ഇല്ല. അപ്പൊ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ന്യൂമറേറ്ററിലുള്ള ഈ രണ്ട് റൗണ്ടുകളെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? അപ്പൊ എന്തൊരു ആദ്യത്തെ ഭാഗം 3 - 4 സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 + 4 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഐ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 8 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + 4 സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പർ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലായിരുന്നു. ഇതാണ് റിയൽ പാർട്ട്, ഇതാണ് ഇമാജിനറി പാർട്ട്. ഇനി ഈ കോംപ്ലക്സ് നമ്പർ സ്റ്റാൻഡേർഡ് ഫോമിൽ ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കും. എന്തിനാണ് ഇവിടെ ഈ തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പർ പ്യുവർലി റിയൽ ആയാൽ തീറ്റയുടെ വില എത്രയെന്നാണ് ചോദിച്ചത്. ഒരു കോംപ്ലക്സ് നമ്പർ Z = a + ib. ഇതാണ് റിയൽ പാർട്ട്, ഇതാണ് ഇമാജിനറി പാർട്ട്. ചിലപ്പോ ഈ ഭാഗം അങ്ങ് 0 ആയിപ്പോയാൽ Z = a മാത്രമാവും. ഈ കേസിലാണ് ഇത് പ്യുവർലി റിയൽ എന്ന് പറയുന്നത്. ചില അവസരത്തില് ഈ a അങ്ങ് 0 ആയി പോവും, അപ്പോൾ ib മാത്രം മതി. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ എന്ന് പറയും പ്യുവർലി ഇമാജിനറി. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്യുവർലി റിയൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇമാജിനറി പാർട്ട് 0 ആണ്. ഇമാജിനറി പാർട്ട് 0 എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് മസ്റ്റ് ബി 0. ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ 8 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + 4 സൈൻ സ്ക്വയർ തീറ്റ = 0. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ആയില്ലേ, അത് ഉപയോഗിച്ച് തീറ്റയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, ഇതേപോലെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് പബ്ലിക് എക്സാമിനേഷൻ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെ ചോദിക്കാൻ സാധിക്കും. അപ്പോൾ കോംപ്ലക്സ് നമ്പർ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ല എങ്കിൽ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കും, എന്താണ് റിയൽ പാർട്ട്, എന്താണ് ഇമാജിനറി പാർട്ട്, കോൺജുഗേറ്റ് എന്താണെന്ന് പറഞ്ഞു, എപ്പോഴാണ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഡിനോമിനേറ്ററിൽ വെറും ഐ മാത്രം വന്നു കഴിഞ്ഞാൽ ഐ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒത്തിരി പോയിന്റ്സ് ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് പറഞ്ഞു. ഇനി ഇപ്പോഴും ആൻസർ ആയിട്ടില്ല. ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ തന്നേക്കുന്നത് ഗിവൺ ബാക്കി ഭാഗം ഇത് എഴുതി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ given that the complex number is purely real എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമാജിനറി പാർട്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതിനിവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ 8 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + 4 സൈൻ സ്ക്വയർ തീറ്റ = 0. അപ്പൊ തീറ്റ ഉൾപ്പെടുന്ന ഒരു ഇക്വേഷനാണ്. ഈ സോൾവ് ചെയ്ത് തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം?
ഇവിടെ വേണമെങ്കിൽ 1 + 4 sin square theta റൈറ്റ് സൈഡിൽ കൊണ്ടുവരും. അപ്പൊ 0 ആവും. 8 sin theta = 0 എന്നാവും. അവിടെ sin theta വരാൻ കുടിക്കണമെങ്കിൽ sin theta = 0/8 = 0. അപ്പൊ അവിടെ തീറ്റ സോൾവ് ചെയ്യാലോ. സൈന്റെ ഏത് ആംഗിളിലാണ് 0 വരുന്നതെന്ന് നോക്കിയാൽ. ഓക്കെ, അങ്ങനെയുള്ള റിയൽ ആയിട്ടുള്ള ഒരു തീറ്റ കണ്ടുപിടിക്കാനാണ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് കുറച്ചെങ്കിലും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ചെയ്യേണ്ടത് ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതലായി ക്വസ്റ്റ്യൻസ് ചെയ്തു ഇതേ മോഡലിലാണ്. ഓക്കെ, ശരി. ശരി, ഇനി കോംപ്ലക്സ് നമ്പറിനകത്ത് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഇൻവേഴ്സ് ഓഫ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇസഡ് ആണ് ഒരു കോംപ്ലക്സ് നമ്പർ എങ്കിൽ ഇസഡ് ഇൻവേഴ്സ് കാണാൻ വേണ്ടി വരണം. ഇനി അതിനകത്ത് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എഴുതുക. പോളാർ ഫോം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഇനി ഈ ലാസ്റ്റ് വർഷങ്ങളിലെല്ലാം നിങ്ങളുടെ ടെസ്റ്റിനകത്ത് പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു ഭാഗമാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിരുന്നാൽ ഉറപ്പായും കോംപ്ലക്സ് നമ്പറും ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത വരുന്ന ക്വസ്റ്റ്യനിൽ വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് എന്താണ് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ? കാര്യങ്ങൾ പറയണം. Z = A + IB. ഇത് കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ കോംപ്ലക്സ് നമ്പറിനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അത് ഒരു പ്ലെയിനിലുള്ള പോയിന്റ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്ലെയിനിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അറിയാം. ഓക്കെ, ഈ പോയിന്റുകളെ എല്ലാം റെപ്രസെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഓരോ കോംപ്ലക്സ് നമ്പറിനെ അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ്? Z = A + IB എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ ഇങ്ങനെ ഒരു പ്ലെയിനിലെ AB എന്ന് പറയുന്ന കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ X വില A ഇവിടെയും Y വില B യും ഇവിടെയും ആയാൽ ഇതാണ് AB എന്ന് പറയുന്ന കോർഡിനേറ്റ്. ഈ കോർഡിനേറ്റ് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് Z-ന്റെ വാല്യൂ. ഇങ്ങനെ കോംപ്ലക്സ് നമ്പറുകളെ ഒരു പ്ലെയിനിലെ പോയിന്റായി റെപ്രസെന്റ് ചെയ്യുന്ന ഈ പ്ലെയിനിനെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിൻ എന്നോ അല്ലെങ്കിൽ ആർഗൻ പ്ലെയിൻ എന്നോ വിളിക്കും. ഓർമ്മ കാണും, നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഈ ആർഗൻ പ്ലെയിനിൽ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം ഓർമ്മിച്ചു. അപ്പൊ അതിനകത്ത് ഓർമ്മിക്കുക, ഇതിന്റെ റിയൽ പാർട്ട് A എന്ന് പറയുന്നത് X ആക്സിലെ പോയിന്റായി വരും. ഇമാജിനറി പാർട്ട് B എന്ന് പറയുന്നത് Y ആക്സിലെ പോയിന്റായി വരും. അതുകൊണ്ട് തന്നെ X ആക്സിനെ നമ്മൾ റിയൽ ആക്സിസ് എന്ന് വിളിക്കും. ഞാൻ സ്പീഡിനാണ് പറഞ്ഞത്, എല്ലാവരും ഫോളോ വരും. ഓക്കെ, Y ആക്സിനെ നമ്മൾ ഇമാജിനറി ആക്സിസ് എന്ന് വിളിക്കും. അപ്പൊ റിയൽ ആക്സിസ് കൊണ്ട് ഇമാജിനറി ആക്സിസ്. ഓക്കെ, അപ്പൊ 2 + 3 ഈ കോംപ്ലക്സ് നമ്പർ ഏതായിരിക്കും? 2, 3 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. അപ്പൊ X വില 2, 3 ഇവിടെ ആണെങ്കിൽ ഇതായിരിക്കും. ഇനി 2 - 3 ആണെങ്കിൽ ഇത് ഏത് പോയിന്റ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതിനെ 2 - 3 എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് വരും. അപ്പൊ X വാല്യൂ റിയൽ വാല്യൂ 2, Y വാല്യൂ അഥവാ ഇമാജിനറി വാല്യൂ -3 ഇവിടെ വരും. ഓക്കെ, ഇനി -2 + -3 ആയി അല്ലെങ്കിൽ -2 - 3 ആയി. ഈ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അത് -2 - 3 എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി -2 + 3 ആയി. ഈ കോംപ്ലക്സ് നമ്പറിനെ -2, 3 എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അത് ഓക്കെ, അപ്പോൾ ഈ ഡിഫൈൻ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പറുകളെല്ലാം ഈ പ്ലെയിനിലെ ഏതെങ്കിലും ക്വാഡ്രന്റുകളിൽ വരാൻ സാധ്യത. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ്, ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ഡിഫൈൻ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണെന്ന് വരുന്നതെന്ന് മനസ്സിലാക്കാൻ ചെറിയ ക്ലാസ്സിലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വലിയ കാര്യമല്ല. ഇത് നമ്മൾ പോളാർ ഫോം എഴുതുമ്പോഴത്തേക്ക് ഓർമ്മിച്ച് വെച്ചത്. അതിനുവേണ്ടിയാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്താണ് നോക്ക്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ട്രിഗണോമെട്രിക് ഫോമിനെ വിളിക്കുന്ന പേരാണ് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, എനി കോംപ്ലക്സ് നമ്പർ Z = A + IB
can be represented as r into cos theta plus I sin theta. ഈ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. അതായത് r cos theta plus I r sin theta. അപ്പൊ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ a പ്ലസ് ഐ ബി യെ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഈ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് പോളാർ ഫോം അഥവാ ട്രിഗണോമെട്രിക് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ടേം ആണ്. ഒന്ന് ആറും പിന്നെ തീറ്റയുടെ സൈനും കോസും വരെയാണ് എഴുതിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് ടേമുകളുണ്ട്. ഒന്ന് ആറും ഉണ്ട്, ഒന്ന് തീറ്റയും. ഇതിനകത്ത് ആറ് എന്ന് പറയുന്ന വിലയെ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് ദ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ്. ഓക്കെ, മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന്റെ മോഡുലസിനെയാണ് ഇങ്ങനെ മോഡ് ഇസെഡ് എന്ന് റെപ്രസെന്റ് ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മോഡ് ഇസെഡിന്റെ വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നും പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരെയാണ്. ഓക്കെ, അപ്പോൾ ആറിന്റെ വാല്യൂ എന്തുവാണ്? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു മോഡ് ഇസെഡ് ആണ്. അതിന്റെ വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എ പ്ലസ് ഐ ബി എന്നിരുന്നാൽ ആറ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പൊ പഠിച്ചു. ഓക്കെ, അതിന്റെ വാല്യൂ എന്തിനാണ്? മോഡ് ഇസെഡ് ആണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി പുതുതായിട്ട് വരുന്ന മറ്റൊരു ടേമാണ് തീറ്റ. ഓക്കെ, ഇതിനെ നമ്മളൊരു പേര് വിളിക്കും. എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിനെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്നും കൂടി വിളിക്കാം. ഓക്കെ, ഫോർമുല ചെയ്യുക. രണ്ട് ടേമുകളുണ്ട്. ഒന്ന് മോഡുലസ്, അത് ആറാണ്, അത് മോഡ് ഇസെഡ് ആണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ടൈം എന്തിനാണ്? തീറ്റ. അത് നമ്മള് ആർഗ്യുമെന്റ് അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും. അതും കൂടെ കണ്ടുപിടിക്കും. ആർഗ്യുമെന്റ് അഥവാ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ശരി. ഇനി തീറ്റയുടെ വില കണ്ടുപിടിക്കുന്നതാണ് ഈ ആൻസറിൽ വളരെ പ്രധാനം. തീറ്റ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് അഥവാ ആർഗ്യുമെന്റ് എന്ന് പറയും. എല്ലാ ടൈപ്പ് ഓഫ് തീറ്റയും നമ്മളിവിടെ കൺസിഡർ ചെയ്യാറില്ല. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ് നമ്മൾ കണ്ടത്. ഇങ്ങനെയുള്ള തീറ്റയെ നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ടേം ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, മൈനസ് പൈക്കും പ്ലസ് പൈക്കും ഇടയിലുള്ളതും വേണമെങ്കിൽ പ്ലസ് പൈ വരെ ആവും. ഈ വാല്യൂ കണ്ടുപിടിക്കും. ഈ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മള് എ പ്ലസ് ഐ ബിയുടെ വില ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നാണ് പഠിച്ചത്. അവിടെ തീറ്റയാണ് ഈ മൈനസ് പൈക്കും പ്ലസ് പൈക്കും ഇടയിലായി വരുന്നത്. ഓക്കെ, ഈ തീറ്റ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അക്യൂട്ട് ആയിട്ടുള്ള ഒരു ആംഗിൾ നമുക്ക് ആൽഫ എന്ന് വിളിക്കും. അക്യൂട്ട് ആയിട്ടുള്ള ഒരു ആൽഫ സെലക്ട് ചെയ്യും. ഈ ആൽഫയെ ബേസ് ചെയ്ത് തീറ്റയുടെ വില. ഓക്കെ, ഈ അക്യൂട്ട് ആയിട്ടുള്ള ആൽഫ സെലക്ട് ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ ഈക്വൽ ടു ബി ബൈ എ, മോഡ് ബി ബൈ എ ആകത്തക്ക രീതിയിലുള്ള ഒരു ആൽഫ സെലക്ട്. അതായത് ആൽഫയുടെ വില ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് ബി ബൈ എ. ഞാൻ ഓർമ്മിച്ചാൽ ടാൻ ആൽഫ ഈക്വൽ ടു ബി ബൈ എ, മോഡ് ബി ബൈ എ ആകത്തക്ക രീതിയിലുള്ള ഒരു ആൽഫ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ആൽഫ കണ്ടുപിടിക്കുന്നത് ഈസിയാണ്. അതിന്റെ പ്രോബ്ലം ഞാൻ കുറച്ച് മനസ്സിലാക്കി. ഓക്കെ, ഇനി ഈ ആൽഫയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തീറ്റയിലോട്ട്. തീറ്റ എന്ന് പറയുന്നത് മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെയുള്ള വാല്യൂസ് വരാം. പക്ഷെ ഈ ആൽഫ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ കുറവായിട്ടുള്ള ആംഗിൾ ആണ്. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് ഈ തീറ്റയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറയാൻ അത് പഠിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ടേബിൾ ഉണ്ട്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചു. ഓക്കെ, അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെന്റേഷൻ അഥവാ അരഗൻ പ്ലെയിനിന്റെ കാര്യം പറഞ്ഞത്. ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഉണ്ടല്ലോ, അത് ഏത് ക്വാഡ്രന്റിലാണ് ഉൾപ്പെടുന്നത് നമ്മൾ. അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാം, സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാം, തേർഡ് ക്വാഡ്രന്റിൽ വരാം, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എ പ്ലസ് ഐ ബി ഉൾപ്പെടുന്നതെങ്കിൽ അവിടെ ആൽഫ തീറ്റ ഈക്വൽ ടു ആൽഫ. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ പൈ മൈനസ് ആൽഫ, തീറ്റയുടെ വില പൈ മൈനസ് ആൽഫ. അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നതെങ്കിൽ ആൽഫ മൈനസ് പൈ തീറ്റ. ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരുന്നതെങ്കിൽ മൈനസ് ആൽഫ.
അപ്പോൾ ഈ തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് ഉൾപ്പെടുന്നത് എന്നതിനെ ബേസ് ചെയ്ത് ആൽഫയും തീറ്റയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഈ തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ആൽഫയുടെ വില തന്നെയാണ് ഏതിനും വരുന്നത്, തീറ്റയ്ക്കും വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നതെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ആൽഫയ്ക്ക് ഈക്വൽ ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ആൽഫ മൈനസ് പൈക്ക് ഈക്വൽ ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് പൈക്ക്. ഇതാണ് ജനറൽ ആയിട്ട് ഒരു കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള തിയറി. ഓക്കെ, ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. നമ്മൾ ആൾറെഡി പഠിച്ച് നോട്ടെല്ലാം എഴുതി പ്രോബ്ലം എല്ലാം ചെയ്തു വെച്ചേക്കാണ്. നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര ഞാൻ വിളിച്ചത്. ഇനി ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ, അതിനകത്ത് 10ാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ട്, റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ Z ഈക്വൽ ടു 1 പ്ലസ് √3i into polar form. Z ഈക്വൽ ടു 1 പ്ലസ് √3i into polar form. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം എന്ന് പറയാം. ഇത് Z ഈക്വൽ ടു a പ്ലസ് IB പോലെയാണ്. ആദ്യമേ നമുക്ക് ഇവിടെ a എന്താണെന്ന് എഴുതണം, 1 ആണ്. b യും എന്താണെന്ന് എഴുതണം, എന്തിനാണ്, √3. ഇനി Z ഈക്വൽ ടു a പ്ലസ് IB അഥവാ 1 പ്ലസ് √3i യുടെ പോളാർ ഫോമിന്റെ ജനറൽ ഫോം എഴുതുക. ഞാൻ ആദ്യം പറഞ്ഞു അത് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. അപ്പൊ ഇനി എന്ത് കണ്ടുപിടിക്കണം, ആറും കണ്ടുപിടിക്കണം, തീറ്റയും കണ്ടുപിടിക്കണം. ആൻസർ കംപ്ലീറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോഴതിനകത്ത് ആറിന്റെ വാല്യൂ അത് √a² പ്ലസ് b² ആണെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. ഈക്വൽ ടു √ ഇവിടെ a എഴുതിയാൽ അറിയാം, 1 ആണ്, 1ന്റെ സ്ക്വയർ 1 പ്ലസ് b എന്ന് പറഞ്ഞാൽ √3 ആണ്, √3യുടെ സ്ക്വയർ 3 ഈക്വൽ ടു √4 ഈക്വൽ ടു 2. അവിടെ +2 ഉം -2 ഉം വരും. പക്ഷെ നമുക്കറിയാം മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ മസ്റ്റ് ബി പോസിറ്റീവ്. അപ്പൊ ആറിന്റെ വിലയാണ്. ഓക്കെ, ശരി. ഇനി എന്ത് വേണം, തീറ്റയുടെ വില കണ്ടുപിടിക്കും. തീറ്റയുടെ വില നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റൂല, പകരം ആൽഫ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലെറ്റ് ആൽഫ ബി ആൻ അക്യൂട്ട് ആംഗിൾ സച്ച് ദാറ്റ് ടാൻ ആൽഫ ഈക്വൽ ടു മോഡ് ബി ബൈ എ എന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ടാൻ ആൽഫയുടെ വില എത്ര വരും, മോഡ് ബി. ബി എന്ന് പറഞ്ഞാൽ √3 ബൈ എ എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് √3 ബൈ 1 എന്ന് പറഞ്ഞാൽ √3. അതിന്റെ മോഡുലസ് എത്ര വരും, √3. ടാൻ ആൽഫയുടെ വില √3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വില കണ്ടുപിടിച്ചൂടെ, ഏതാണ്, ടാനിന്റെ ഏത് ആംഗിളിനാണ് √3 കിട്ടുന്നത്, ടാന്റെ ഏത് ആംഗിളിനാണ് √3 കിട്ടുന്നത്, 30 ഡിഗ്രി ആണോ 60 ഡിഗ്രി ആണോ, സൈൻ 30 എത്രയാണ്, 1/2 കോസ് 30 √3/2 സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു എത്ര, √3/2 സൈൻ കോസ് 60 ഡിഗ്രി ഈക്വൽ ടു 1/2. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യലാണ്, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യലാണ്, √3 ആവുന്നത്. തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്ന തേങ്ങയായി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്തുവരും, സൈൻ 60 ഡിഗ്രി ബൈ കോസ് 60 ഡിഗ്രി. കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. √3/2 ഡിവൈഡഡ് ബൈ 1/2. ഈ 2 2 ക്യാൻസൽ ആയി പോയി, ആൻസർ തരുന്നത് √3 എന്ന് പറഞ്ഞാൽ ടാൻ 60 ഡിഗ്രിയുടെ വിലയാണ് √3. ഓക്കെ, 60 ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി മെഷറിലുള്ളതാണ്, നമുക്ക് റേഡിയൻ മെഷറിലാണ് ആൻസർ വേണ്ടത്. 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർ എത്രയാണ്, അതെല്ലാം കാണാൻ അറിയാം. നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം പറയാം. എന്താണ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ, 5/3 ആണോ, 5/2 ആണോ, 5/6 ആണോ, എന്താണ്, പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്, 180/3 ആണ് 60. therefore tan 5/3 equal to √3. therefore we have alpha equal to tan ആൽഫയുടെ വില √3 എന്ന് കിട്ടിയതുകൊണ്ട് we have alpha equal to എത്രയാണ്, 5/3. പക്ഷെ ആൽഫ എല്ലാം നമുക്ക് വേണ്ടത് തീറ്റയാണ് വേണ്ടത്. ഈ തീറ്റയും ആൽഫയും തമ്മിലുള്ള ഒരു കണക്ഷൻ നേരത്തെ ഞാൻ ടേബിൾ ആയി പറഞ്ഞു. ഓക്കെ, അത് ഉപയോഗിച്ച് ആൽഫയിൽ നിന്നും തീറ്റയിലോട്ട് എത്തും. എങ്ങനെയാണ്, ആദ്യം ഈ തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലുള്ളതാണെന്ന് നോക്കും. ഈ തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് √3i എന്നാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 √3 ആണ്. ഇത് രണ്ടും പോസിറ്റീവ് ആണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഏത് ക്വാഡ്രന്റിൽ ഉൾപ്പെടും, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉൾപ്പെടും.
ഓക്കെ ശരി. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ ഗിവൺ കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ആൽഫ ഈക്വൽ ടു എത്രയാണ്? തീറ്റയാണ്. therefore തീറ്റയുടെ വിലയും 5/3 എന്ന്. അപ്പൊ തീറ്റയായി 6 ആയി. കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം അതിന്റെ ഫുൾ സിംഗിൾ നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് പോളാർ ഫോം ഓഫ് 1 plus √3i ഈക്വൽ ടു ആറിന്റെ സ്ഥാനത്ത് 2 into cos 5/3 plus I sin 5/3. ഇങ്ങനെ എഴുതിയിരുന്നാൽ മാത്രം മതി. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കളയരുത്. അത് ഇതേ ആൻസർ തന്നെ. ഓക്കെ, ഇതേപോലെ പോളാർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അവിടെ ആറിന്റെ വിലയും തീറ്റയുടെ വിലയും കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ എക്സ്പ്രസ് ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്. 6 കാണാൻ അറിയാം. ആൽഫ കണ്ടുപിടിച്ചിട്ട് വേണം തീറ്റ കാണേണ്ടതെന്നുള്ള കാര്യം മാത്രം ഓർമ്മിക്കുക. എന്നിട്ട് തീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ എക്സ്പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും പോളാർ ഫോം ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളെന്ന് പറഞ്ഞ് കളയാറുണ്ട്. പരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് ചോദിക്കും. ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ടെസ്റ്റിനകത്തുണ്ട്. മിക്കവാറും ടെസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കുറെ എക്സാമ്പിൾസ് മാത്രമേ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പറിൽ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി അതിനകത്ത് ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മളിപ്പോ ചെയ്ത് നോക്കാത്ത 2 ഭാഗമേ ഉള്ളൂ. ഒന്ന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്നതും പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കാണുന്നു. അത് അടുത്ത മോഡൽ ക്വസ്റ്റ്യനിൽ തരുന്നതിലുണ്ടാവും. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ശരി. അപ്പൊ ഇനി ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൂടെ പറയാം. Find the value of I raised to minus 25. I raised to minus 25ന്റെ വില കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? എപ്പോഴും ഓർമ്മിക്കുക, ഐയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എത്ര വലിയ വാല്യൂ ചോദിച്ചാലും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ I² ഈക്വൽ ടു -1 ആണ്. ഐയുടെ ഹയർ ഇന്റഗ്രൽ വാല്യൂസ് എല്ലാം കിട്ടാൻ വേണ്ടി അതിനെ സിംപ്ലിഫൈ ചെയ്യും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും, അല്ലെങ്കിൽ I ആയിരിക്കും, -I ആയിരിക്കും. ഈ 4 ആൻസറിൽ ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് ഇത് സിംപ്ലിഫൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ശരി. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ I raised to -25 കാണാനാണ്. I raised to 25 കാണാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? നിങ്ങൾ എപ്പോഴും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഓർമ്മിക്കുക, എപ്പോഴും ഇതിനെ I² കണക്ട് ചെയ്ത് എഴുതും. I raised to 25 എങ്ങനെ എഴുതാം? I² raised to എങ്ങനെ എഴുതാം? 25 വരെ 2 into മൾട്ടിപ്ലൈ ചെയ്താൽ വരില്ല. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ I raised to 24 എന്നാവും. അതിനെ വീണ്ടും I കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, ഈക്വൽ ടു I² വില -1 -1 raised to 12 into I. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്, -1 raised to ഈവൻ നമ്പർ വന്നാൽ +1 ആൻസർ. -1 raised to ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ -1 ആയിരിക്കും. ഇവിടെ -1 raised to ഈവൻ നമ്പർ ആണ്. അപ്പൊ അതിന്റെ ആൻസർ 1 into I ഈക്വൽ ടു എത്ര കിട്ടും? I എന്ന്. ഈ കണ്ടുപിടിച്ച ആൻസർ I raised to 25ന്റെ വിലയാണ്. പക്ഷെ ഇവിടെ ഫസ്റ്റ് എത്രയാണ്? I raised to -25 ആണ്. അപ്പൊ I raised to -25ന്റെ വില എങ്ങനെ കാണും? ഇതിനെ 1/I raised to 25 എന്ന് കൂടെ ഈക്വൽ ടു 1/I raised to 25ന്റെ വില I എന്ന് കിട്ടും. ഇപ്പോഴത് കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലായില്ല. I ഡിനോമിനേറ്ററിൽ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ I കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് പഠിച്ചത്. ന്യൂമറേറ്റർ 1 ആണ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. താഴെ I ആണ്, I into I² എന്ന് വരും. അതിന്റെ വില -1 ആണ്. I യെ -1 ഡിവൈഡ് ചെയ്താൽ എത്രയെന്ന് വരും? -I എന്ന് പറഞ്ഞാൽ I raised to -25ന്റെ വില എത്രയെന്ന് കിട്ടും? -I. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ മിക്കവാറും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായും കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. പൊതുവെ എല്ലാവരും കോംപ്ലക്സ് നമ്പർ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും പാർട്ടിൽ നിന്നാണ് പ്രധാനമായും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ കുറച്ചെങ്കിലും ക്ലിയർ ആവുമല്ലോ. ഇനി നിങ്ങൾ കൂടുതൽ ക്ലിയർ ആവണമെങ്കിൽ ടെസ്റ്റിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഹെൽപ്പാണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സംശയമുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി.
ഇനി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 15ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കൺസിഡർ ദ ലൈൻ L1 such that x plus 2y minus 3 equal to 0. ഇങ്ങനെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞത്. ഇതിനടുത്ത് പറയുന്നു, ഇതിനകത്ത് 3 പാർട്ട് ഉണ്ട്. ആദ്യം ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഓക്കെ, രണ്ടാമത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ L2 which is perpendicular to L1 and passing through 1, 1. അപ്പൊ രണ്ടാമത്തെ പാർട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണുക, which is passing through 1, 1. അപ്പൊ 1, 1ൽ കൂടി പാസ് ചെയ്യുന്നതും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായ ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണുക. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം 2, 3 ടു ദ ലൈൻ L2. 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും L2യിലേക്കുള്ള, അഥവാ രണ്ടാമത് പറഞ്ഞ L2യിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. അപ്പൊ ആദ്യം തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഗിവൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ x plus 2y minus 3 equal to 0. ഇതാണ് L1 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് തന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാമെന്ന്. അപ്പൊ അതിനുവേണ്ടി 2-3 മെത്തേഡ് നമ്മൾ പഠിക്കുന്നു. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സ്ലോപ്പ് ഫോം. അത് ആ പേര് പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും അതിന്റെ സ്ലോപ്പും അറിയാമെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന മെത്തേഡ്. ഓക്കെ, പാസ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ സാധാരണ x1 y1 എന്ന് എടുക്കും, സ്ലോപ്പിന് നമ്മൾ m എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x ഇങ്ങനെയാണ്. ഓക്കെ, ശരി. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് 2.4. അതും ആ പേര് പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് അറിയാം. ഒരു പോയിന്റ് x1 y1 ഉം അടുത്ത പോയിന്റ് x2 y2. നമുക്ക് ഈ ഇക്വേഷൻ എനിക്ക് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം, എങ്കിലേ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് അറിയാമെങ്കിൽ x1 y1 ഉം x2 y2 അറിയാമെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. ഇത് 2.4. ഓക്കെ, ഇനി അതേപോലെ അടുത്തതിന് എന്തിനാണ്? ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചു. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ 2 ഇന്റർസെപ്റ്റുകൾ തന്നിരുന്നത്. ഇന്റർസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് x ഇന്റർസെപ്റ്റും ഉണ്ട്, അടുത്ത y ഇന്റർസെപ്റ്റും ഉണ്ട്. എന്താണ് x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ പറയാം, ഇതിനകത്ത് തന്നെ അതും വരുന്നുണ്ട്, അതും പറയാം. ഓക്കെ, ഇന്റർസെപ്റ്റ് ഇതൊക്കെ അറിയാലോ, മാറ്റിയെടുക്കുന്നത്. ഇന്റർസെപ്റ്റ് ഫോം എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റ് ബിയും ആയ ഇന്റർസെപ്റ്റ് ഫോമിലുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇന്റർസെപ്റ്റ് ഫോമിൽ തന്നെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമുണ്ട്. സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും തന്നിരുന്നാലും സ്ലോപ്പും എക്സ് ഇന്റർസെപ്റ്റും തന്നിരുന്നാലും സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും തന്നിരുന്നാൽ സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും തരുന്ന അവസരത്തിൽ സ്ലോപ്പിനെ എം എന്നും വൈ ഇന്റർസെപ്റ്റിനെ ഡി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ്. സോറി, y സ്ലോപ്പിനെ m എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചും y ഇന്റർസെപ്റ്റിനെ c എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചും റെപ്രസെന്റ് ചെയ്യും. അതിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ്. ഇനി x ഇന്റർസെപ്റ്റ് ആണ് തരുന്നതെങ്കിൽ അവിടെ ഡിയും സ്ലോപ്പിനെ m ഉം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതേപോലെ ഡിഫറെന്റ് ടൈപ്സിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു.
ഇത് ഉപയോഗിച്ച് ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ക്വസ്റ്റ്യനിൽ അതിന്റെ സാഹചര്യം നോക്കിയിട്ട് ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാലും ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഒരു എക്സിന്റെ ടേം കാണും, ഒരു വൈയുടെ ടേം കാണും, ഒരു കോൺസ്റ്റന്റ് ടേം കാണും, ഈക്വൽ ടു 0 വരെ. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയിരിക്കും? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇങ്ങനെയായിരിക്കും. ഈ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്. ഇതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നിട്ട് ഇതിനകത്ത് ആവശ്യമായ സ്ലോപ്പുകളോ എക്സ് ഇന്റർസെപ്റ്റോ വൈ ഇന്റർസെപ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. ഈ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതലായി ചോദിക്കുന്നത്. അപ്പൊ അതും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ടെക്സ്റ്റിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വളരെ കുറച്ചേ ചോദിക്കാറുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും ഈ ചാപ്റ്റർ പലർക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഓക്കെ, ശരി. ഇനി എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ 0 ഇങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നിരുന്നാൽ അതിൽ നിന്ന് സ്ലോപ്പ് കാണണം, എക്സ് ഇന്റർസെപ്റ്റ് കാണണം, വൈ ഇന്റർസെപ്റ്റ് കാണണം. അത് കണ്ടുപിടിച്ചിട്ട് ഓരോ റിലേഷൻസ് കണ്ടുപിടിക്കും. ഓക്കെ, എങ്ങനെ ചെയ്യും? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 തന്നിരുന്നാൽ അതിന്റെ സ്ലോപ്പ് എന്നതായിരിക്കും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് സ്റ്റാൻഡേർഡ് ഫോമിൽ എന്ന് എഴുതാം. നിങ്ങൾക്ക് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, അതിനകത്ത് കൺഫ്യൂസിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു. നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയാ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നാണ്. ഇതിനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ടേമാണ് എം അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്നേക്കുന്നതിന് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയിലോട്ട് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് കൺവേർട്ട് ചെയ്തു. എന്തുവരും? ബി വൈ ഈക്വൽ ടു ഇതിനകത്ത് അപ്പുറത്തോണ്ട് പോയാൽ മൈനസ് എ എക്സ് മൈനസ് സി. ഓക്കെ, ഇവിടുന്ന് y ഈക്വൽ ടു കിട്ടാൻ വേണ്ടി ഈ ബി അപ്പുറത്തുനിന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ, മൈനസ് എ ബൈ ബി എക്സ് പ്ലസ് മൈനസ് സി ബൈ ബി. ഇപ്പൊ ഇത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി പോലെ ആയില്ലേ? എം എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് എ ബൈ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഫോമിലുള്ള ഇക്വേഷൻ തന്നിരുന്നാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിനാണ്? മൈനസ് എ. ഓക്കെ, അത് വേണം. അത് ഉപയോഗിച്ച് നമ്മളെ പല കാര്യങ്ങളും. ഓക്കെ, ശരി. ഇനി അതിനകത്ത് പഠിക്കുന്ന രണ്ട് കാര്യമാണ് സ്ട്രെയിറ്റ് ലൈനുകൾ പാരലലോ പെർപെൻഡിക്കുലറോ ആയാലുള്ള കണ്ടീഷൻ. എന്താണ് സ്ട്രെയിറ്റ് ലൈൻസ് പാരലലോ പെർപെൻഡിക്കുലർ ആയുള്ള കണ്ടീഷൻ? രണ്ട് സ്ട്രെയിറ്റ് ലൈനുകൾ പാരലൽ ആയാൽ അവയുടെ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ L1 എന്ന് പറയുന്ന ഒരു ലൈനും L2 എന്ന് പറയുന്ന ലൈനും ഉണ്ട്. L1ന്റെ സ്ലോപ്പ് M1 ഉം ഇതിന്റെ സ്ലോപ്പ് M2 ആണ്. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും പാരലൽ ആയാൽ M1 ഈക്വൽ ടു M2. ഇനി ഇൻ കേസ് ഈ സ്ട്രെയിറ്റ് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് കരുതുക. പെർപെൻഡിക്കുലർ ആയാൽ ഇതിന്റെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1. അതായത് M1 ഇൻറ്റു M2 ഈക്വൽ ടു -1. ഓക്കെ, അതായത് ഇതിന്റെ ഒരു സ്ലോപ്പ് തന്നിരുന്നാൽ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് അറിയാം, അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കാണാൻ വേണ്ടി അവിടെ M1 M2 കൂടെ കൂട്ടുമ്പോൾ -1 കിട്ടിയാൽ പോരെ. M1 M2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടിയാൽ പോരെ. രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴാണ് 1 കിട്ടുന്നത്? റെസിപ്രോക്കൽ ആകുമ്പോഴാണ്. അപ്പോഴേ M2ന്റെ വില വേണമെങ്കിൽ M1ന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 1/M1. പക്ഷെ -1 അല്ലേ കിട്ടേണ്ടത്, നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ മതിയാവും. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കിട്ടാൻ വേണ്ടി അതിന്റെ റെസിപ്രോക്കലിന് ഓപ്പോസിറ്റ് ചിഹ്നം കൊടുത്താൽ മതിയാവും. ഓക്കെ, അത് പറഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മൾ പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ അതിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി. ഓക്കെ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെന്ന് കരുതുന്നു. ഈ സ്ട്രെയിറ്റ് ലൈനിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു സ്ട്രെയിറ്റ് ലൈനിന്റെയും ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ എക്സ് അതേപോലെ തന്നെ വരും, ബി വൈയും അതേപോലെ തന്നെ വരും, പ്ലസ് കെ ഈക്വൽ ടു 0 പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെയും ഇക്വേഷനുകൾ തമ്മിൽ കോൺസ്റ്റന്റ് ടേമിന്റെ മാത്രമായിരിക്കും വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഓഫ് എനി സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ഈസ് ഓഫ് ദ ഫോം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് കെ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ ഒരേ ഒരു കാര്യമേ ഉണ്ടാവും, ഏതാണ്? കെ മാർക്ക്. ഓക്കെ, ആ കെ കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റിനകത്ത് ഒരു ക്ലൂ തന്നെ, ഈ സ്ട്രെയിറ്റ് ലൈൻ ഏതെങ്കിലും ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ക്ലൂ തന്നെ, അത് നമ്മൾ ഉപയോഗിച്ച് കണ്ടു.
ഓക്കെ, ഇത് സാധാരണ ചോദിക്കാറില്ല. കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ ഓഫ് എനി സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 ഈസ് ഓഫ് ദ ഫോം. എങ്ങനെയാണ്? ഇതിന്റെ a ഒരു x വാല്യൂ ആണ്, ഒരു y വാല്യൂ ആണ്. ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് a യും y യുടെ കോഎഫിഷ്യന്റ് b യും ആണല്ലോ. അവ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം. bx എന്നും a y എന്നും. ഇനി ഇതിനിടയ്ക്കുള്ള ചിഹ്നവും ഇന്റർചേഞ്ച് ചെയ്യണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. അപ്പൊ bx മൈനസ് a y എന്നാണ്. ഓക്കെ, പ്ലസ് കോൺസ്റ്റന്റ് ടേമും മാറും ഈക്വൽ ടു 0. ഇത് വേണം ഓർമ്മിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് ആ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഒക്കെ എഴുതാൻ ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഓർമ്മിച്ച് ചെയ്യുക. ഇക്വേഷൻ ഓഫ് എനി സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 ഈസ് ഓഫ് ദ ഫോം bx മൈനസ് ay പ്ലസ് k ഈക്വൽ ടു 0. അവിടെയും നമുക്ക് k ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഒരു കണ്ടീഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടത് ഓടിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വേഷൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആ ഇക്വേഷൻസ് എല്ലാം കാണാൻ പഠിക്കുക. ഇപ്പൊ നമ്മള് എന്തായാലും ഈ 2 ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യും. ഒന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് പറഞ്ഞു, അടുത്തത് സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഈ 2 ചാപ്റ്ററും അടുത്ത ദിവസം തന്നെ നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് ചോദിക്കും. അപ്പൊ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു. ഓക്കെ, ഇവിടെ തന്നിരുന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ആദ്യം ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിരുന്നു. ഇക്വേഷൻ തന്നിരുന്നു. അത് x പ്ലസ് 2y മൈനസ് 3 ഈക്വൽ ടു 0. x പ്ലസ് 2y മൈനസ് 3 ഈക്വൽ ടു 0. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. പിന്നെ വേറെ ഒന്നും കൂടെ വേണം. ആ കണ്ടുപിടിക്കേണ്ട സ്ട്രെയിറ്റ് ലൈൻ ഏത് പോയിന്റ് കൂടിയാണ് പാസ് ചെയ്യുന്നത്? പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്നതും ഈ സ്ട്രെയിറ്റ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ ചെയ്യും? Equation of any straight line perpendicular to ax plus by plus c equal to 0 is of the form bx minus ay plus k equal to 0. അങ്ങനെയാണെങ്കിൽ equation of any straight line perpendicular to ഇതിനെ L1 എന്നല്ലേ കൊടുത്തേക്കുന്നത്, perpendicular to L1 is of the form എന്ത് വരും? ഇവിടെ x ഉണ്ട്, ഇവിടെ y ഉണ്ട്. ഇവിടെ കോഎഫിഷ്യന്റ് 2 ആണെങ്കിൽ അത് ഇവിടെ കൊടുക്കും, ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ ഇവിടെ കൊടുക്കും, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. ഓക്കെ, പ്ലസ് k ഈക്വൽ ടു 0 ഇതേപോലെ. ഓക്കെ, ഇനി ഈ ആൻസർ കംപ്ലീറ്റ് ആവണം. ഇതിനെ പേര് L2 എന്ന് കൊടുക്കണമെന്നാണ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞത്. ഈ ആൻസർ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഏതും കൂടെ k കൂടെ കിട്ടും. ഈ k കാണാൻ വേണ്ടിയാണ് ഒരു ക്ലൂ തന്നേക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഏത് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു? 1 ൽ കൂടി പാസ് ചെയ്യും. അപ്പോൾ given that L2 passes through the point 1, that is L2. അതിന്റെ ആൻസർ എന്ത് വരും? 2 ഇൻറ്റു ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെ ഈ സ്ട്രെയിറ്റ് ലൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അതായത് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 1ഉം വൈയുടെ സ്ഥാനത്ത് 1ഉം കൊടുത്താൽ ട്രൂ ആയിരിക്കുന്നതാണ് തന്നെ. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1, അതായത് 1 പ്ലസ് k ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 2 മൈനസ് 1 പ്ലസ് k ഈക്വൽ ടു 0. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് k ഈക്വൽ ടു 0. ദാറ്റ് ഈസ് k ഈക്വൽ ടു -1. കെയുടെ വില -1. കെയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ട ഈ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം കിട്ടൂലേ? എന്ത് വരും? 2x മൈനസ് y പ്ലസ് കെയുടെ സ്ഥാനത്ത് -1 ഈക്വൽ ടു 0. അതാണ് ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഈ ഗിവൺ ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1. ഓക്കെ, ക്ലിയർ ആവല്ലോ? ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഭാഗം. ഓക്കെ, ഇനി ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. സ്ലോപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. അപ്പൊ രണ്ടാമത്തത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു L1 ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 കണ്ടുപിടിച്ചു. ഓക്കെ, ശരി. ഇനി അടുത്തതിനകത്ത് ഒരു പോയിന്റുകളുണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 2, 3 ടു ദ ലൈൻ L2. ഒരു പോയിന്റിൽ നിന്ന് x1 y1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ax പ്ലസ് by പ്ലസ് c എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്നുള്ള ഇക്വേഷൻ ലാസ്റ്റില് നമ്മൾ കാണാൻ പഠിക്കേണ്ടതാണ്. ജസ്റ്റ് അത് പഠിക്കുക. എന്താണ്? ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ √(a² പ്ലസ് b² പോലുള്ള റിലേഷൻ ഉണ്ട്, പഠിക്കുക. ഡിസ്റ്റൻസ്
ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആവുമല്ലോ. ശരി, ഇനി ഇതിനകത്ത് മറ്റൊരു ചോദ്യം ചോദിച്ചത്, ഇതിനകത്ത് വേറെ ക്വസ്റ്റ്യനുണ്ട്. ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടെസ്റ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ട് പറയാത്തതാണ്, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ ഏതോ 1-2 ഡിവിഷനുകളിലൊക്കെ ഞാൻ തന്നെയാണ് അത് പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞതാണ് പേഴ്സണലി. ഓക്കെ, അപ്പൊ ആദ്യം ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്താണെന്ന് നോക്കാം. ഫൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത. ഓക്കെ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇത് മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. ഓക്കെ, അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ പെർപെൻഡിക്കുലർ, അതായത് ഈ പെർപെൻഡിക്കുലർ ഈ ലൈനിൽ വന്ന് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പൊ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ലൈൻ ആ ലൈനിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. മനസ്സിലായല്ലോ? ഈ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണാൻ പറഞ്ഞാൽ അതിന്റെ മീനിങ് ഈ പോയിന്റ് കണ്ടുപിടിക്കുക എന്നാണ്. ഈ പോയിന്റിന്റെ പ്രത്യേകത ഈ രണ്ട് ലൈനിന്റെയും കൂടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലൈനിന്റെയും കൂടെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ട് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. ഇതേപോലെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0യും a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. ഇത് രണ്ടാണ് രണ്ട് സ്ട്രെയിറ്റ് ലൈനുകൾ. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിന്റെയും കൂടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളുടെ കോമൺ ആയിട്ടുള്ള പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിന് കോമൺ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സും വൈയും ആയിരിക്കില്ല, അതായിരിക്കും ഈ രണ്ട് ഇക്വേഷനും കൂടെ കോമൺ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷന്റെയും കൂടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇക്വേഷൻ നമ്മൾ കൂട്ടുക കുറയ്ക്കുക ചെയ്യുക, അതിൽ ഒരു വേരിയബിൾ ഒഴിവാക്കുക, അടുത്ത വേരിയബിളിന്റെ വില കണ്ടുപിടിക്കുക, വേറൊരു ഇക്വേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണാൻ വേണ്ടി ഞാൻ രണ്ട് ക്ലൂകളാണ് പറഞ്ഞത്. ഒന്ന്, ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്താണ്? അത് ഒരു ഗിവൺ ലൈനിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോയിന്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ ലൈൻ ആൻഡ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, ഇത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്താണ്? അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്യണം. ഓക്കെ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആവുമല്ലോ? ശരി, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 13 ബി. ഓക്കെ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് -1, 3 to the line 3x -4y -16 equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാമെന്ന് പറയാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്ക് വരയ്ക്കുന്ന ലൈനിന്റെ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കും. എങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞു, ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ ലൈൻ ആൻഡ് എ പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഈ ലൈനിന്റെ ഇക്വേഷനും കൂടെ കിട്ടിയാൽ രണ്ടും കൂടെ സോൾവ് ചെയ്താൽ പോരെ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും ഈ ലൈനിന്റെ ഇക്വേഷൻ? ഈ ലൈനിന് നമുക്ക് L1 എന്ന് പേര് കൊടുക്കാം, ഇതിന് നമുക്ക് L2 എന്ന് പേര് കൊടുക്കാം. L2 വാല്യൂ ആണ്. എങ്ങനെ കാണും? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് L1 പെർപെൻഡിക്കുലർ ആണ് L2. അപ്പോൾ L1 പെർപെൻഡിക്കുലർ ടു L2 ആണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഓഫ് എനി ലൈൻ പെർപെൻഡിക്കുലർ ടു
3x minus 4y minus 16 equal to 0 ഈസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ എന്ത് വരും? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എക്സ് കാണും, വൈ കാണും, കോർഡിനേറ്റ്സ് കോഎഫിഷ്യന്റ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യും. ഇവിടെ 4 എന്നുള്ളത് ഇവിടെ കൊടുക്കും, 3 എന്നുള്ളത് ഇവിടെയും കൊടുക്കും. ഓക്കെ, ഇതിനിടയ്ക്ക് മൈനസ് എന്നുള്ളത് പ്ലസ് ആണ്. പ്ലസ് കെ ഈക്വൽ ടു 0. ഇനി ഇവിടെ കെയുടെ വിലയും കൂടെ കണ്ടുപിടിച്ചാൽ L2ന്റെ ആൻസർ കംപ്ലീറ്റ് ആവും. കെയുടെ വില കാണാൻ വേണ്ടി ഒരു ക്ലൂ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടുപിടിക്കേണ്ട പെർപെൻഡിക്കുലർ ലൈൻ ഈസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് -1 3. ഓക്കെ, ശരി. അപ്പൊ -1 3 കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കെയുടെ വില ഇത് ഞാൻ ചെയ്യൂല, നിങ്ങൾ തന്നെ ചെയ്യുക. കെയുടെ വില ഓക്കെ, കെയുടെ വില ഇതിനകത്ത് കൊടുക്കുമ്പോൾ L2ന്റെയും വിലയാവും. L1ഉം L2 അറിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യാൻ അറിയാലോ. 8ാം ക്ലാസ് പോലെ നമ്മൾ പഠിച്ചു എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമൺ ആയിട്ടുള്ള എക്സും വൈയും ആണ് ഇതിന്റെ ഫുട്ട് ഓഫ് ദ. അപ്പൊ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്നുള്ള പേര് കേട്ടിട്ട് ആരും അന്തം വിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവുമല്ലോ. അപ്പോഴ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് കൂടുതലായി ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളാണ്. ഇനിയും അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വിട്ടിട്ടുള്ള ഭാഗങ്ങൾ പറയും. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഓർമ്മിക്കുക, ഒരു ലൈനോ പാരലൽ ആയിട്ടുള്ള ലൈനോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനോ കാണാൻ പറഞ്ഞാൽ അതിന് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണാൻ പറഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മള് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമുക്ക് ഇനിയും കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇത് ചെയ്യും. ഓക്കെ, അപ്പോൾ 1-2 കാര്യങ്ങൾ കൂടെ പറയാം. 1-2 പ്രോബ്ലം കൂടെ വന്നോ. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. ഡിഫറൻസിയേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇക്വേഷൻസ് കാണാൻ പഠിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 x² + 3x + 2 ഡിവൈഡഡ് ബൈ x + 2. ഇതിന്റെ വാല്യൂ കാണാം. എങ്ങനെ കണ്ടുപിടിക്കും? ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമാണ്. എക്സ് ഉള്ളിടത്തെല്ലാം ഈ എയുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. എപ്പോഴാണ് ഈ കിട്ടുന്ന ആൻസർ ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ ഇതാണ് ആൻസർ. അങ്ങനെ അല്ല എങ്കിൽ മാത്രമേ വേറെ മെത്തേഡിലോട്ട് പോകും. ഫൈനൈറ്റ് നമ്പർ ആൻസർ കിട്ടാതിരിക്കാൻ ഒരേ ഒരു സ്ഥലത്തെ ചാൻസ് ഇവിടെ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ് എന്ന് പറയാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. റാഷണൽ ഫംഗ്ഷന്റെ പ്രോബ്ലം എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് ഈ എ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ആയിപ്പോ. 0 കൊണ്ടുള്ള ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസരത്തിൽ ഇതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി എക്സ് ഉള്ളിടത്ത് -2 കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എക്സിന്റെ സ്ഥാനത്ത് -2 കൊടുത്താൽ 0 ആണോ എന്ന് നോക്കും. അതായത് 0/0 എന്നുള്ള ഫോമിലാണോ എന്ന് നോക്കും. എങ്ങനെ നോക്കും? എക്സ് ഉള്ളിടത്ത് 2 കൊടുത്തു നോക്കും, -2 കൊടുക്കും. അപ്പൊ -2ന്റെ സ്ക്വയർ 4 -2 × 3 -6 + 2 ഡിവൈഡഡ് ബൈ ഇവിടെ -2 + 2. ഇത് 0 ആവും, ഇവിടെയും 0 ആവും. 0/0. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ലിമിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാവും. ഇങ്ങനെയുള്ള അവസരത്തിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ഒരു ഫോമിലേക്ക് പോകും. എന്തിനാണ്? റാഷണൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. എന്നിട്ട് കോമൺ ആയി വരുന്ന ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് റെഡ്യൂസ് ചെയ്യപ്പെട്ട പുതിയൊരു ഫംഗ്ഷൻ കിട്ടും. അതിൽ എക്സ് ഉള്ളിടത്തെല്ലാം ആ വില അപ്ലൈ ചെയ്യും. അപ്പോഴും ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അതാണ്. അങ്ങനെ അല്ല എങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ആൻസർ കാണുന്നതിന് വേണ്ടി ഡിനോമിനേറ്റർ 0 ആവുന്ന അവസരത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. 0/0 എന്നുള്ള ഫോമിലാണെങ്കിൽ ഇതിന് ആൻസർ ഉണ്ട് എന്നാണ് മീനിങ്. അത് അടുത്ത മെത്തേഡിലേ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഫാക്ടറൈസ് ചെയ്യുക. x² + 3x + 2 അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. 7, 8 9 പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. എന്തിനാണ്? മൾട്ടിപ്ലൈ ചെയ്താൽ 2 കൂട്ടിയാൽ 3 കിട്ടുന്ന സംഖ്യ എന്തിനാണ്? x + 2 × x + 1. താഴെയും x + 2 അതിനെ ഇനി ഫാക്ടറൈസ് ചെയ്യാൻ സാധിക്കും.
കോമൺ ആയിട്ടുള്ള ഫാക്ടർ എക്സ് പ്ലസ് ടു ക്യാൻസൽ ചെയ്ത് കളയും. ബാക്കി എന്ത് വരും? ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എക്സ് പ്ലസ് 1. ഇതിന്റെ ആൻസർ പിടിക്കാൻ വളരെ ഈസിയാണ്. ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് എക്സ് ഉള്ളിടത്തെല്ലാം -2 എന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോഴും കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിന്റെ ഫൈനൽ. ഓക്കെ, എക്സ് ഉള്ളിടത്ത് -2 കൊടുക്കുമ്പോൾ -2 + 1 ഈക്വൽ ടു -1. ഓക്കെ, ശരി, മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതിനകത്ത് കിട്ടാതിരിക്കാൻ ചാൻസ് ഉള്ളത് ഇത് റാഷണൽ ഫംഗ്ഷൻ ആവുന്ന അവസരത്തിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇനി ഇതിനകത്ത് ഡെറിവേറ്റീവ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയാം. നമുക്ക് ഇതൊക്കെ നമ്മൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ 2 ചാപ്റ്ററുകളിലെ കുറച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് ചെയ്യാൻ പറ്റും. ഓക്കെ, find dy/dx if അപ്പൊ ചെയ്യാം. അതായത് 22 ബി. Find dy/dx if y equal to x raised to 5 minus cos x divided by sin x. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ ചെയ്യിക്കാനുള്ള ഒരു കാരണം ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാര്യം +2ന്റെ നിങ്ങളുടെ മാത്സിൽ ഞാൻ അതേ പറഞ്ഞു ഏറ്റവും കൂടുതലുള്ളത് ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും. അപ്പൊ ഇത് പഠിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് +2നുള്ളത് വല്ലതും മനസ്സിലാവുള്ളൂ, വല്ലതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായും ഇത് പഠിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെയൊക്കെ ഡെറിവേറ്റീവ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ എല്ലാവരും പഠിച്ചു വെച്ചില്ല. പഠിക്കാതെ യാതൊരു മാർക്കുകളിലും ചാപ്റ്റർ പഠിക്കാനേ പറ്റും. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഇത് കോഷ്യന്റ് ഫോമിലാണ്. അപ്പൊ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്ത് വേണം ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ് കോഷ്യന്റ് റൂൾ? d/dx ഓഫ് ന്യൂമറേറ്ററിലാണ് ഡിനോമിനേറ്ററിലാണ്. എന്താണ് കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്? ഡിനോമിനേറ്റർ ഇൻറ്റു d/dx ഓഫ് ന്യൂമറേറ്റർ മൈനസ് ആണ് ന്യൂമറേറ്റർ ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഇതാണ് കോഷ്യന്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. ഓക്കെ,